ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് BSc സൈക്കോളജി 6th സെമസ്റ്ററിലെ അബ്നോർമൽ സൈക്കോളജി സെക്കൻഡ് എന്ന് പറഞ്ഞ പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ തന്നെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അപ്പം ഇന്ന് അതിൻ്റെ ബാക്കി ബാലൻസ് വന്ന പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ് തൊട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം പാർട്ട് 1 ആൻഡ് പാർട്ട് 2 വീഡിയോസ് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 3 ആയിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ഡ്രഗ് അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൽക്കഹോൾ അല്ലാതെ വേറെയും ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. അപ്പം ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഡ്രഗ്സ്, അതിൻ്റെയൊക്കെ എഫക്ട്സ് എന്താണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ബേസിക് ടേംസും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലെ തന്നെ ആദ്യത്തെ ഒരു ടേം എന്താണെന്ന് നോക്കാം. ഡ്രഗ് ഡിപ്പെൻഡൻസ്, അതായത് റെഫേഴ്സ് ടു നീഡിങ് എ സെർട്ടൈൻ ഡ്രഗ് ടു ഫങ്ഷൻ നോർമലി. എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിക്ക് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഡ്രഗ് ആവശ്യമായിട്ട് വരും. ഡ്രഗ് ഇല്ലാതെ അവർക്ക് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു കണ്ടീഷനെയാണ് ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. റിമൂവിങ് ദ ഡ്രഗ് കോസസ് ഡിസ്ട്രെസ്സിങ് സിംറ്റംസ്. ആ ഒരു ഡ്രഗ് റിമൂവ് ചെയ്യാൻ നേരത്തെ എന്താണ്, ഒരുപാട് ഡിസ്ട്രെസ്സിങ് സിംറ്റംസ് അവരിൽ കാണപ്പെടും. ഇത് വെറും ഇല്ലീഗൽ ഡ്രഗ്സ് തന്നെ ആവണമെന്നില്ല, അല്ലാതെ പല പല മെഡിക്കേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻസുലിൻ. ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഡെയിലി ഇൻസുലിൻ കുത്തിവെക്കേണ്ടി വരും. അപ്പോൾ ഒരു ദിവസം ഇൻസുലിൻ കുത്താതായി കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് നോർമലി ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് അതിനൊരു എക്സാമ്പിൾ. ഇനി അടുത്തൊരു ടേമാണ് ഡ്രഗ് അഡിക്ഷൻ. എന്താണ് ഡ്രഗ് അഡിക്ഷൻ? ഇൻവോൾവ്സ് എ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ റിലയൻസ് ഓൺ എ ഡ്രഗ് ടു ഫീൽ നോർമൽ. അതായത് ഒരു പേഴ്സൺ ആ ഒരു ഡ്രഗിനോട് ഫിസിക്കലി ആൻഡ് മെൻ്റലി യൂസ്ഡ് ആവുന്ന ആ ഒരു കണ്ടീഷനെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ, അവർക്ക് നോർമലായിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഫോർ എക്സാമ്പിൾ, നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് അത് നിർത്തി കഴിയാൻ നേരത്ത് കുറേ ഫിസിക്കൽ സിംറ്റംസ് കാണിക്കും. കൈ വിറയ്ക്കലും ബോഡി ഷിവറിങ് എല്ലാം തുടങ്ങും. അപ്പം ഇതെല്ലാം എന്താണ്, അഡിക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ അഡിക്ഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും. ഇൻ കേസ് ആ ഒരു ഡ്രഗ് അവർ നിർത്തി കഴിഞ്ഞാൽ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും. ഫോർ എക്സാമ്പിൾ, സ്വെറ്റിങ്, ട്രെംബ്ലിങ്, കൺഫ്യൂഷൻ, ആങ്സൈറ്റി പോലെയുള്ള ഫിസിക്കൽ സിംറ്റംസ് കാണിക്കും. ആക്ച്വലി ഈ ഡ്രഗ് ഡിപ്പെൻഡൻസും ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് സിമിലർ ആണ് രണ്ടും. അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയാൻ നേരത്ത് ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പം അവർക്ക് നോർമലി ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റില്ല ഈ ഒരു ഡ്രഗ് ഇല്ലാതെ. അതേസമയം ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്രേവിങ്സ് വരിക. അത് ഇല്ലീഗൽ ഡ്രഗ്സും ആവാം. മറ്റേതെന്ന് പറയാൻ നേരത്ത് അത് മേ ബി മെഡിക്കേഷൻസ് ഒക്കെ ആവാം. പിന്നെ ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പം നമ്മുടെ ബോഡിയാണ് ആ ഒരു ഡ്രഗിനോട് യൂസ്ഡ് ആവുന്നത്. അതേസമയം ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡും ബോഡിയും ഒരേ സമയം അതിനോട് യൂസ്ഡ് ആയിട്ട് മാറുകയാണ്. പിന്നെ അത് കിട്ടാതിരിക്കാൻ നേരത്ത് ഒരു ലോസ് ഓഫ് കൺട്രോൾ ആയിരിക്കും ഉണ്ടാവുക. അവർ ഭയങ്കരമായിട്ട് തീവ്രമായിട്ടുള്ളൊരു ക്രേവിങ് ആയിരിക്കും. രണ്ടിലാണെങ്കിലും വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും. അത് കിട്ടാതിരിക്കാൻ നേരത്ത് പല ഫിസിക്കൽ വിഡ്രോവൽ സിംറ്റംസും കാണിക്കും. പക്ഷേ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വിഡ്രോവൽ സിംറ്റംസ് പ്ലസ് ലോസ് ഓഫ് കൺട്രോൾ, അവരുടെ കൺട്രോളെ നഷ്ടപ്പെടും. ഓക്കെ, ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ആണ്. 4 മെയിൻ ടൈപ്സ് ഓഫ് ഡ്രഗ്സ് താഴെ പറയുന്നുണ്ട്. ആദ്യത്തേത് ഒപ്പിയം ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്, ബി കൊക്കെയിൻ ആൻഡ് ആംഫെറ്റമൈൻസ്, സി മെത്തഫെറ്റമൈൻ ബാർബിറ്റുറേറ്റ്സ്, പിന്നെ ഡി എക്സ്റ്റാസി മരിജ്വാന ഓർ ഹലൂസിനോജൻസ്. ഓക്കെ, അപ്പോൾ എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ വരുന്നത് ഓപ്പിയം ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഓപ്പിയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഡിപ്രസൻറ്റ് ഡ്രഗാണ്. ദാറ്റ് സ്ലോസ് ഡൗൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ബ്രെയിൻ ആൻഡ് ബോഡി. നമ്മുടെ ബ്രെയിനും അതുപോലെ നമ്മുടെ ബോഡിയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു ഡ്രഗാണ് ഓപ്പിയം എന്ന് പറയുന്നത്. പിന്നെ ഈ ഓപ്പിയം ഉണ്ടാക്കുന്നത് പോപ്പി പ്ലാന്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റിൽ നിന്നാണ്. ആ ഒരു പ്ലാന്റിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം അങ്ങനെയാണ് അത് ഓപ്പിയം ഉണ്ടാക്കുന്നത്. അതിൻ്റെ മെയിൻ ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ ഈ ഒരു ഓപ്പിയത്തിൽ നിന്നും ഉണ്ടാക്കുന്ന മറ്റു ചില ഡ്രഗ്സിൽ വരുന്നതാണ് ഹെറോയിൻ ആൻഡ് മോർഫീൻ. അതിൽ ഈ 2 ഡ്രഗ്സും തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള 2 ഡ്രഗ്സ് ആണ്. അതായത് ഹെറോയിൻ ആൻഡ് മോർഫിൻ. ഇത് രണ്ടും ഓപ്പിയത്തിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. അതിൽ മോർഫീനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. മോർഫിൻ ഈസ് ദ മോസ്റ്റ് ആക്റ്റീവ് സബ്സ്റ്റൻസ് ഇൻ ഓപ്പിയം, നെയ്മഡ് ആഫ്റ്റർ മോർഫിയസ്, ദ ഗ്രീക്ക് ഗോഡ് ഓഫ് ദ ഡ്രീംസ്.
ഓപ്പിയത്തിലെ മെയിൻ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് ഈ പറഞ്ഞ മോർഫിൻ എന്ന് പറഞ്ഞ ഒരു ഡ്രഗ്. പിന്നെ ഈ മോർഫിൻ എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് മോർഫിയസ് എന്ന് പറഞ്ഞൊരു വാക്കിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ദ ഗ്രീക്ക് ഗോഡ് ഓഫ് ഡ്രീംസ്, ഒരു ഗ്രീക്ക് ഗോഡ് ഓഫ് ഡ്രീംസിന്റെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് മോർഫിയസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്, മോർഫിൻ ഈസ് എ പവർഫുൾ പെയിൻ കില്ലർ ആൻഡ് ഹൈലി അഡിക്റ്റീവ്. ഒരു പവർഫുൾ പെയിൻ കില്ലർ ആണ് ഈ മോർഫിൻ എന്ന് പറയുന്നത്. ഈവൻ ഹോസ്പിറ്റൽസിൽ വരെ ഈ ഒരു മോർഫിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ സർജറി ഒക്കെ കഴിഞ്ഞവർക്ക് മോർഫിൻ കൊടുക്കാറുണ്ട് പെയിൻ കില്ലർ ആയിട്ട്. പിന്നെ ഇത് ടൂ മച്ച് ആയി കഴിയാൻ നേരത്തെ എന്താണ്, ഹൈലി അഡിക്റ്റീവ് ആണ്, പെട്ടെന്ന് തന്നെ അഡിക്ഷൻ ആയി പോകുന്ന ഒരു ഡ്രഗും കൂടിയാണ് മോർഫിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹെറോയിൻ ആണ്. ഹെറോയിൻ എന്ന് പറയുന്നത് മോർഫിനിൽ നിന്നുണ്ടാക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. ഇത് 2 to 3 ടൈംസ് മോർഫിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. പിന്നെ എന്താണ് ഹെറോയിനെ കുറിച്ചിട്ട് പറയുന്നത്, ഇത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ യൂഫോറിയ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്ട്രീം ഫീലിങ്സ് ഓഫ് പ്ലഷർ, അതിനെയാണ് എക്സ്ട്രീം ഫീലിങ്സ് ഓഫ് പ്ലഷറിനെയാണ് യൂഫോറിയ എന്ന് പറയുന്നത്. അതുപോലെ ഭയങ്കര റിലാക്സേഷൻ തരും, അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് ആങ്സൈറ്റി, അതുപോലെ തന്നെ ലെസ് പെയിൻ, ഇതെല്ലാം ഇതിൻ്റെ എഫക്ട്സിൽ പറയുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ബയോളജിക്കൽ എഫക്ട്സ് ഓഫ് മോർഫിൻ ആൻഡ് ഹെറോയിൻ. ബയോളജിക്കൽ എഫക്ട്സ് എന്തൊക്കെയാണ്, അതിൽ ആദ്യത്തേത് കോമൺ മെത്തേഡ്സ് ഓഫ് യൂസ്. ഈ ഡ്രഗ്സിൻ്റെ കോമൺ മെത്തേഡ്സ് ഓഫ് യൂസ് എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ സ്മോക്ക് ചെയ്തിട്ട് അകത്താക്കുന്നുണ്ട്. അതുപോലെ സ്നോട്ടിങ് എന്ന് വെച്ചാൽ എങ്ങനെയാ, നോസിലൂടെ കയറ്റുന്നത്. അതുപോലെ ഈറ്റിംഗ്, വായിലൂടെ കയറ്റുന്നത്. അതുപോലെ സ്കിൻ പോപ്പിംഗ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ അണ്ടറിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് കയറ്റുന്നത്. അതുപോലെ മെയിൻ ലൈനിങ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് വീൻസിൻ്റെ അകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നതിനാണ് മെയിൻ ലൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൂടെയൊക്കെയാണ് ആളുകൾ ഈ പറഞ്ഞ ഡ്രഗ്സിനെ അകത്തേക്ക് ആക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ എഫക്ട്സ് ഓഫ് മോർഫിൻ ആൻഡ് ഹെറോയിൻ. ഇതിൻ്റെയൊക്കെ സോഷ്യൽ എഫക്ട്സ്, ഈ രണ്ട് ഡ്രഗ്സിൻ്റെയും സോഷ്യൽ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അഡിക്ഷൻ സെൻട്രലൈസസ് ലൈഫ് അറൌണ്ട് ഒബ്റ്റെയിനിങ് ആൻഡ് യൂസിങ് ഡ്രഗ്സ്. അതായത് ഈ ആളുകൾ ഈ ഡ്രഗ്സിൽ അഡിക്ഷനായി പോവാൻ നേരത്ത് എന്താ സംഭവിക്കുന്നത്, അവരുടെ ലൈഫ് ഫോക്കസ്, ജീവിതത്തിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡ്രഗ്സിലായിരിക്കും. എപ്പോഴും അവരുടെ ചിന്ത എന്ന് പറയുന്നത് ഈ ഡ്രഗ് എങ്ങനെ കിട്ടും എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഫാമിലീൻ്റെ അടുത്ത് പലതവണയായിട്ട് കള്ളം പറയേണ്ടി വരും. അതുപോലെ പലതവണ പൈസ മോഷ്ടിക്കേണ്ട സിറ്റുവേഷൻസ് വരും അവർക്ക് ഡ്രഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പല ബാഡ് കമ്പനിയുമായിട്ട് മിക്സ്ഡ് ആയി പോവും. അതുപോലെ തന്നെ അവർ പലതവണയായിട്ട് തെഫ്റ്റും അതുപോലെ തന്നെ ഈവൻ പ്രോസ്റ്റിറ്റ്യൂഷൻ വരെ ചെയ്യുന്നവരുണ്ട് ഈ ഡ്രഗ്സിനുള്ള പണം കിട്ടാനായിട്ട്. അങ്ങനെ അവരുടെ മൈൻഡിലെന്ന് പറഞ്ഞാൽ ഇവരും ഇങ്ങനെ ഈ ഡ്രഗ് വാങ്ങിക്കുമെന്നുള്ള ഒരു ചിന്ത മാത്രമേ കാണുകയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും അവർ സോഷ്യലി ഒന്നും ചിന്തിക്കത്തില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസൽ ഫാക്ടേഴ്സ് ആണ്. അതായത് കോസൽ ഫാക്ടേഴ്സ് ഇൻ ഒപ്പിയേറ്റ് അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ്. അതിൽ പറയുന്നത് നോ സിംഗിൾ കോസൽ പാറ്റേൺ ഫോർ ഒപ്പിയേറ്റ് അഡിക്ഷൻ. അതായത് ഇവർ അഡിക്ഷൻ ആവാൻ ഒരു സിംഗിൾ റീസൺ നമുക്ക് പറയാനായിട്ട് പറ്റില്ല, പല റീസൺസും ആവാം. ഫോർ എക്സാമ്പിൾ ജനറ്റിക് ഫാക്ടേഴ്സ് ആവാം, ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് ആവാം, മേ ബി ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് ആവാം, അവർ നിൽക്കുന്ന എൻവയോൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ആവാം, ചിലപ്പോൾ സ്ട്രെസ്സ് കാരണമാവാം. സ്ട്രെസ്സ് കാരണം ഇങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് അങ്ങനെ അഡിക്ഷനിലോട്ട് പോയതാവാം, അല്ലെങ്കിൽ പേഴ്സണൽ പ്രോബ്ലംസ് കാരണം അങ്ങനെ അഡിക്ഷനിലോട്ട് ഡ്രഗ് യൂസിലോട്ട് പോയതാവാം. അങ്ങനെ പല റീസൺസും ആവാം, നമുക്ക് ഒരു റീസൺ ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. പിന്നെ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് റീസൺസ് ഫോർ ഹീറോയിൻ യൂസ് ഇൻക്ലൂഡ് പ്ലഷർ, ക്യൂരിയോസിറ്റി ആൻഡ് പിയർ പ്രഷർ. അതായത് ഹീറോയിൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് മേ ബി പ്ലഷറിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി, എങ്ങനെയാണത് യൂസ് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് യൂസ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പിയർ പ്രഷർ. നോർമലി പിയേഴ്സിൻ്റെ ഇടയിലാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അതുപോലെ അവരുടെ പ്രഷർ കാരണമൊക്കെയാണല്ലോ പലരും ഇത് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ടീനേജറിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഈ പറഞ്ഞ ഹെറോയിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ്, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, അപ്പം ഞാനും യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ പല പല റീസൺസും ആവും. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവർക്ക് പിന്നീട് ഒരു തവണ കൂടെ യൂസ് ചെയ്യാനായിട്ട് തോന്നുന്നു, പിന്നീട് അത് ഡെയിലി ആവുന്നു, പിന്നെ അത് അഡിക്ഷൻ ലെവലിലോട്ട് പോകുന്നു. അങ്ങനെയാണ് ഒരു അഡിക്ഷനിലോട്ട് അവരെത്തിച്ചേരുന്നത്. പിന്നീട് അവരുടെ കൺട്രോളിൽ നിന്ന് തന്നെ പോകുന്നു, അവരുടെ ലൈഫിനെ തന്നെ അത് ബാധിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ അസോസിയേറ്റഡ് വിത്ത് സൈക്കോപാത്തോളജി.
അതിൽ പറയുന്നത് ഹൈ ഇൻസിഡൻസ് ഓഫ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അമംഗ് ഹെറോയിൻ അഡിക്ട്സ്. അതായത് മേ ബി ഈ അഡിക്ഷനിലോട്ട് പോകുന്നത് അവർക്ക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടും ആവാം. കാരണം സ്റ്റഡീസ് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ഹെറോയിൻ അഡിക്ട്സും ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരാണ്, അല്ലെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുടെ ട്രെയ്റ്റ്സ് ഉള്ളവരാണ്. അതുപോലെ ഇപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് വെച്ചാൽ ചിന്തിക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, അവരിങ്ങനെയുള്ള അഡിക്ഷനിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അവരെടുത്ത് ചാടി ഇങ്ങനെയുള്ള ഡ്രഗ്സ് വല്ലതും യൂസ് ചെയ്യും, പിന്നീട് അങ്ങനെ അത് അഡിക്ഷനിലോട്ട് പോകും. അതുപോലെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇതുപോലെ അഡിക്ഷനിലോട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകൾ എന്താണ്, ഇതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യാനും അതുപോലെ പിന്നീട് അഡിക്ഷനിലോട്ട് പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിൽ ലാസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, അപ്രോക്സിമേറ്റ്ലി 68% ഓഫ് ഹെറോയിൻ അബ്യൂസേഴ്സ് ഹാവ് എ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതായത് ഈ ഹെറോയിൻ അബ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെറോയിനിൽ അഡിക്ഷൻ ആയിട്ടുള്ള ആളുകളിൽ 68%ഉം പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സൈഡ് എഫക്ട്സ് ഓഫ് ഓപ്പിയത്തിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്. ദ ഫോളോയിങ് ആർ ദ എഫക്ട്സ് ഓഫ് ദി മോർഫിൻ ആൻഡ് ഹെറോയിൻ. അതിൽ ആദ്യത്തേത് വോമിറ്റിംഗ് ആൻഡ് നോസിയ ആർ ഓൾസോ നോൺ ടു ബി എ പാർട്ട് ഓഫ് ദി ഇമ്മീഡിയറ്റ് എഫക്ട്സ്. അതായത് ഈ ഒരു ഡ്രഗ് എടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ തന്നെ ഉണ്ടാകുന്ന എഫക്ട്സിൽ വരുന്നതാണ് നോസിയ, വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും, നോസിയ ഉണ്ടാവും, ഡിസിനെസ് ഉണ്ടാവും, ഒരു ഹെവി ഫീലിംഗ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അവരുടെ ബോഡിയിൽ ഒരു ഹെവി ഫീലിംഗ്. പിന്നെ എന്തായിരുന്നു നോസിയ ആൻഡ് വോമിറ്റിംഗ്. ഓക്കെ, നോസിയ എന്ന് പറഞ്ഞാൽ ആ ഒരു വോമിറ്റിങ്ങിനുള്ള ആ ഒരു തോന്നലിനെയാണ് പറയുന്നത്. പിന്നെ അപ്പൊ ഈ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റിന് ശേഷം പിന്നെ എന്താണ്, ഒരു റഷാണ് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ലൈക്ക് റിലാക്സേഷൻ, യൂഫോറിയ എന്ന് വെച്ചാൽ എക്സ്ട്രീം ഹാപ്പിനെസ്, സ്ലീപ്പിനെസ്, അതൊക്കെയാണ്. വിച്ച് ക്യാൻ ലാസ്റ്റ് ഫോർ 4 to 6 hours. എന്ന് വെച്ചാൽ ഈ എഫക്ട്സ് എല്ലാം എന്താണ്, ഒരു 4 to 6 hours വരെയൊക്കെ നീണ്ടു നിൽക്കും, ലാസ്റ്റ് ചെയ്ത് നിൽക്കും. ഇനി ഇത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലോ ഇതിന്റെ ലോങ് ടേം എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ലോങ് ടേം യൂസ് റിസൾട്ട്സ് ഇൻ ഫിസിയോളജിക്കൽ ക്രേവിംഗ് ഫോർ ദ ഡ്രഗ്. എന്ന് വെച്ചാൽ ഒരുപാട് നാളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ നേരത്ത് പിന്നീട് എന്താണ്, അവരുടെ ബോഡിക്ക് ഈ ഡ്രഗ്സ് ഇല്ലാതെ നോർമൽ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ആ ഒരു പേഴ്സണിന് ഭയങ്കരമായിട്ടുള്ള ക്രേവിങ്സ് വരും ആ ഒരു ഡ്രഗ് യൂസ് ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് ദെയർ ബോഡി സ്റ്റാർട്ട്സ് നീഡിങ് ദാറ്റ് ഡ്രഗ്. അപ്പൊ ഈ ഒരു കണ്ടീഷനെയാണ് ഫിസിയോളജിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അവരുടെ ശരീരത്തിന് ഈ ഒരു ഡ്രഗ് ഇല്ലാതെ നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റാതിരിക്കുക എന്ന് വെച്ചാൽ അവരത് ഇൻ കേസ് യൂസ് ചെയ്യാതിരിക്കുകയാണ്, ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം യൂസ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സിക്കായിട്ടൊക്കെ ഫീൽ ചെയ്യുക. പിന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വെൻ പീപ്പിൾ അഡിക്റ്റഡ് ടു ഒപ്പിയേറ്റ്സ് ഡു നോട്ട് ഗെറ്റ് എ ഡോസ് ഓഫ് ദ ഡ്രഗ് വിത്തിൻ അപ്രോക്സിമേറ്റ്ലി 8 hours ദേ സ്റ്റാർട്ട് ടു എക്സ്പീരിയൻസ് വിത്ഡ്രോവൽ സിംറ്റംസ്. എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു 8 hours അപ്രോക്സിമേറ്റ്ലി ഒരു 8 hours ഉള്ളിൽ അവർക്കത് കിട്ടിയില്ലെങ്കിൽ അവരുടെ ബോഡി എന്ത് ചെയ്യും, വിത്ഡ്രോവൽ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. എന്തൊക്കെ വിത്ഡ്രോവൽ സിംറ്റംസ് ആണ് കാണിക്കുക? സച്ച് ആസ് റണ്ണി നോസ്, മൂക്കൊലിപ്പ്, അതുപോലെ ടിയറിങ് ഐസ്, കണ്ണീന്ന് വെള്ളം വരിക, അതുപോലെ പേഴ്സ്പിരേഷൻ എന്ന് വെച്ചാൽ സ്വെറ്റിങ്, അതുപോലെ റെസ്ലെസ്നെസ്, ഭയങ്കര റെസ്ലെസ് ആയിട്ട് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അതുപോലെ ഇൻക്രീസ്ഡ് റെസ്പിറേഷൻ റേറ്റ്, അതായത് ഫാസ്റ്റ് ആയിട്ട് ബ്രീത്തിങ് ചെയ്യുക, അതുപോലെ ഇന്റൻസിഫൈഡ് ഡിസയർ ഫോർ ദ ഡ്രഗ്, ആ ഒരു ഡ്രഗിന് വേണ്ടിയിട്ടുള്ള അതിയായിട്ടുള്ള ഡിസയർ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്രേവിങ്സ്. പിന്നെ അതുപോലെ വോമിറ്റിങ്, ഡയറിയ, ഹെഡ് ഏക്ക്, ട്രെമേഴ്സ്, ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ രാത്രിയിൽ, എക്സെട്ര. അപ്പോൾ ഇതെല്ലാം എന്താണ്, അവരിൽ കാണിക്കുന്ന വിത്ഡ്രോവൽ സിംറ്റംസ് ആണ്. അവർക്ക് ഈ പറഞ്ഞ ഡ്രഗ്സ് കിട്ടിയില്ലെങ്കിൽ അവരുടെ ബോഡിയിൽ കാണിക്കുന്ന വിത്ഡ്രോവൽ സിംറ്റംസ് ആണ് ഈ പറഞ്ഞതെല്ലാം. ഇതെന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? ഇറ്റ് ലീഡ്സ് ടു എ ഗ്രാജുവൽ ഡിറ്റീരിയോറേഷൻ ഓഫ് വെൽബീയിങ്. അവരുടെ ഓവറോൾ വെൽബീയിങ്ങിനെ തന്നെ ഇത് ബാധിക്കുകയും ചെയ്യും. ആൻഡ് ദ പേഴ്സൺ മേ ഫീൽ വെരി അൺകംഫർട്ടബിൾ, ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇനി അവസാനമായിട്ട് പറയുന്ന ടോപ്പിക്കാണ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഔട്ട്കംസ് ഓഫ് ഒപ്പിയേറ്റ് അഡിക്ഷൻ. ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പാർട്ട് 2 വീഡിയോയിൽ ആൽക്കഹോളിസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിനോട് സിമിലർ ആണ് ഇതിൻ്റെയും ട്രീറ്റ്മെൻറ്റ്. ഇവിടെ ഡോക്ടേഴ്സ് എന്താണ്, ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ
അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ മെൻ്റൽ സ്ട്രെങ്ത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ക്രേവിങ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിത്ഡ്രോവൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. വിത്ഡ്രോവൽ സിംറ്റംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഈ ഡ്രഗ്സിനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നേരത്ത് അവരുടെ ഫിസിക്കലി അവരുടെ ശരീരത്തിൽ കാണിക്കുന്ന കുറച്ച് സിംറ്റംസ് ആണ്. അപ്പോൾ അതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ സെറ്റിങ്സിലാവാൻ നേരത്തെ അവരുടെ വിത്ഡ്രോവൽ ഈസ് ഡൺ വെരി സ്ലോലി. അതുപോലെ വിത്ഡ്രോവൽ സിംറ്റംസിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് അവർക്ക് കൊടുക്കുന്നുണ്ടാവും. അതുപോലെ അവരുടെ സിംറ്റംസ് എല്ലാം തന്നെ കൺട്രോൾഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആളുകൾ ഈ അഡിക്ട്സിന് ദേ മേ ഫീൽസ് ലെസ് പെയിൻ. ഫോർ എക്സാമ്പിൾ ഈ ഹോസ്പിറ്റൽസിലാവാൻ നേരത്തെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, ഇവർക്ക് ആങ്സൈറ്റി വിത്ഡ്രോവൽ സിംറ്റംസിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആങ്സൈറ്റി ഉണ്ടാവും, അതുപോലെ സ്വെറ്റിംഗ് ഉണ്ടാവും, അവർക്ക് പെയിൻ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മെഡിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പേഴ്സൺസിന് കുറച്ചും കൂടി ഈസി ആയിരിക്കും ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പിയം ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ഈ ഡ്രഗിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഡ്രഗ് കാറ്റഗറിയിലോട്ട് പോവാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൊക്കെയിൻ ആൻഡ് ആംഫെറ്റമൈൻസ് അല്ലെങ്കിൽ സ്റ്റിമുലൻസ്. അതിൽ കൊക്കെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലീവ്സ് ഓഫ് ദി കോക്ക ബുഷ്. കോക്ക പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ഉണ്ട്. ആ ഒരു പ്ലാന്റിൻ്റെ ലീവ്സിൽ നിന്നാണ് ഈ പറഞ്ഞ കൊക്കെയിൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ്, കൊക്കെയിൻ ടേക്കൺ ബൈ ഇഞ്ചെക്ഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഹയസ്റ്റ് ലെവൽസ് ഓഫ് ഡിപ്പെൻഡൻസ്. അതായത് ഈ കൊക്കെയിൻ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ്ങസ്റ്റ് സ്റ്റിമുലൻ്റ് ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ കൊക്കെയിന് ഇഞ്ചെക്ഷൻ വഴി അകത്തേക്ക് ആക്കുന്നവരിൽ ഹയസ്റ്റ് ലെവൽസ് ഓഫ് ഡിപ്പെൻഡൻസ് ആണ് കാണിക്കുന്നത്. ഭയങ്കര തീവ്രമായിട്ടുള്ള ഡിപ്പെൻഡൻസ് ആണ് അവരിൽ കാണുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്താണ്? ഇറ്റ് ഈസ് ദ ഓൺലി ഡ്രഗ് നോൺ ആസ് ബോത്ത് എ ലോക്കൽ അനസ്തെറ്റിക് ആൻഡ് എ സെൻട്രൽ നെർവസ് സ്റ്റിമുലൻറ്റ്. അതായത് ഈ ഒരു ഡ്രഗ് എന്ന് പറയുന്നത് ലോക്കൽ അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലോക്കൽ അനസ്തെറ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ പെയിൻ ഫീലിംഗ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സെൻട്രൽ നെർവസ് സ്റ്റിമുലൻറ്റും കൂടിയാണ്. അതായത് എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് കൂടിയാണ്. അപ്പം ഈ രണ്ട് ഫീച്ചേഴ്സും ഉള്ള ഏക ഒരു ഡ്രഗാണ് ഈ പറഞ്ഞ കൊക്കെയിൻ. പിന്നെ ഇത് ബോഡിയിൽ ഉണ്ടാക്കുന്ന എഫക്ട്സ് എന്തൊക്കെയാണ്? ഇൻക്രീസസ് ഹാർട്ട് റേറ്റ്. നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. വൈൽ അപ്പറ്റൈറ്റ് ഡിക്രീസ് ചെയ്യും. എന്ന് വെച്ചാൽ വിശപ്പ് കുറയും. ബാക്കി ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. ഒരു അഡ്രിനാലിൻ റഷ് പോലെയുള്ള പെട്ടെന്നുള്ളൊരു പെട്ടെന്നുള്ളൊരു സഡൻ എനർജറ്റിക് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ കൊക്കെയിൻ യൂസ് ചെയ്യുന്ന ഒരാൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അതുപോലെ അവർക്ക് വിശപ്പ് കാണത്തില്ല. ഇതെല്ലാം എന്താണ് അവരിൽ കാണിക്കുന്ന കുറച്ച് ബോഡിയിൽ എഫക്ട്സ് ആണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് നോക്കുന്നത് ഈ കൊക്കെയിന് ബ്രെയിനിൽ ഉണ്ടാക്കുന്ന എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ബ്രെയിനിൽ തന്നെ 3 പാർട്സിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ പാർട്സ്? സെറിബ്രൽ കോർട്ടെക്സ്, അതുപോലെ ഹൈപ്പോതലാമസ്, അതുപോലെ സെറിബെല്ലം. അപ്പോൾ ഓരോ പാർട്സിനെയും ഏതൊക്കെ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ സെറിബ്രൽ കോർട്ടെക്സിൽ ഗവേൺസ് റീസണിങ് ആൻഡ് മെമ്മറി. അതായത് സെറിബ്രൽ കോർട്ടെക്സിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറിനെ അതുപോലെ റീസണിങ്ങിനെ നമ്മുടെ തിങ്കിങ്ങിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇത് യൂസ് ചെയ്ത ഒരു വ്യക്തിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കും മേ ബി അവർ സംസാരിക്കുന്നത്. പക്ഷേ അവരുടെ തിങ്കിങ് ഒന്നും കറക്റ്റ് ആയിരിക്കില്ല, റോങ് ആയിട്ടായിരിക്കാം മേ ബി തിങ്ക് ചെയ്യുന്നത്. ഇനി ഹൈപ്പോതലാമസിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? കൺട്രോൾസ് അപ്പറ്റൈറ്റ്, ബോഡി ടെമ്പറേച്ചർ, സ്ലീപ്പ് ആൻഡ് ഇമോഷൻസ് സച്ച് ആസ് ഫിയർ ആൻഡ് ആങ്കർ. അതായത് നമ്മുടെ ഹങ്കർ, നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്ലീപ്പ് ഉറക്കത്തിനെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതുപോലെ ഇമോഷൻസ് സച്ച് ആസ് ഫിയർ ആൻഡ് ആങ്കർ ഇതിനെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇത് യൂസ് ചെയ്യുന്ന വ്യക്തിക്ക് മേ ബി വിശപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, അതുപോലെ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടാവും. ഇതെല്ലാം അതിന് എക്സാമ്പിളാണ്. ഇനി അടുത്തത് സെറിബെല്ലത്തിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? റെഗുലേറ്റ്സ് മോട്ടോർ ആക്ടിവിറ്റീസ് സച്ച് ആസ് വാക്കിംഗ് ആൻഡ് ബാലൻസ്. എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മേ ബി അവരുടെ വാക്കിങ്ങിനെല്ലാം എഫക്റ്റ് ചെയ്യും. ലൈക്ക് ബാലൻസ് ഇല്ലാതെ ആയിരിക്കാം മേ ബി നടക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര സ്പീഡായിട്ടായിരിക്കാം നടക്കുന്നത്. അതെല്ലാം അതിന് എക്സാമ്പിൾസ് ആണ്. ഈ കൊക്കെയിൻ യൂസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ബ്രെയിനിലുള്ള പ്ലഷർ കെമിക്കലായിട്ടുള്ള ഡോപ്പമൈൻ ഇൻക്രീസ്ഡ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കൊക്കെയിൻ യൂസ് ചെയ്യാൻ നേരത്ത് ഒരു ഷോർട്ട് പീരിയഡിലത്തേക്ക് ഒരു ഹാപ്പി ഫീലിങ്ങിൽ പ്ലഷർ ഫീലിംഗ് ഉണ്ടാവുകയും പിന്നീട് അത് പെട്ടെന്ന് തന്നെ അത് അഡിക്ഷനിലോട്ട് പോകാനുള്ളൊരു സാധ്യത ഈ ഒരു കൊക്കെയിനെ സംബന്ധിച്ചിട്ട്
കൂടുതലാണ്. അതുപോലെ ഹൈ ഡോസസ് ക്യാൻ റിസൾട്ട് ഇൻ കൊക്കെയിൻ സൈക്കോസിസ്. ഹൈ ഡോസസ് ഇത് എടുക്കാൻ നേരത്ത് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ നേരത്ത് കൊക്കെയിൻ സൈക്കോസിസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, റിയലായിട്ടില്ലാത്ത ഒന്നിനെ കാണുക, അതുപോലെ ഫിയർ, കൺഫ്യൂഷൻ, അഗ്രഷൻ, ഇതെല്ലാം അതിന് എക്സാമ്പിളായിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, ഇത് യൂസ് ചെയ്യുന്നവരിൽ ആരോ അവരെ പിന്തുടർന്ന് വരുന്നത് പോലെയൊക്കെ തോന്നുക, ഈവൻ ദോ ദർ ഈസ് നോബഡി ബിഹൈൻഡ് ദം. അപ്പം അങ്ങനെയുള്ള ഇല്ലാത്ത പലതും കാണുന്നത് ഒക്കെ ഈ ഒരു കൊക്കെയിൻ സൈക്കോസിന് എക്സാമ്പിളായിട്ട് പറയാം. പിന്നെ ഇത് ഹൈലി അഡിക്റ്റീവ് ആണ്. ഇത് നമ്മുടെ അലേർട്ട്നെസ്സിനെ ഇൻക്രീസ് ചെയ്യും, അറ്റൻഷൻ ഇൻക്രീസ് ചെയ്യും, എനർജി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് മെയ്ഡ് ഫ്രം ദ കോക്ക പ്ലാന്റ്. ഈ കൊക്കെയിന് ഉണ്ടാക്കുന്നത് കോക്ക പ്ലാന്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റിൽ നിന്നാണ്. സൗത്ത് അമേരിക്കയിൽ കണ്ടുപിടിച്ചിട്ടുള്ള കോക്ക പ്ലാന്റിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഏതൊക്കെ ഫോംസിൽ അവൈലബിൾ ആണ്? വൈറ്റ് പൗഡർ ആയിട്ട് ഇത് അവൈലബിൾ ആണ്, പേസ്റ്റ് ആയിട്ട് അവൈലബിൾ ആണ്, അതുപോലെ ക്രാക്ക് കൊക്കെയിൻ, അതായത് സോളിഡിഫൈഡ് റോക്ക് ലൈക്ക് കല്ല് പോലെ ഇരിക്കുന്ന ഒരു ഫോമിലും അത് അവൈലബിൾ ആണ്. ഇതൊക്കെയുള്ള ഒരു സ്ട്രോങ് സ്റ്റിമുലൻ്റ് ആണ് ഈ പറഞ്ഞ കൊക്കെയിൻ എന്ന് പറഞ്ഞൊരു ഡ്രഗ്. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഇതിൻ്റെ എഫക്ട്സ് ആണ്. അതായത് ഇതിൻ്റെ ഷോർട്ട് ടേം എഫക്ട്സും അതുപോലെ തന്നെ ലോങ് ടേം എഫക്ട്സും. ആദ്യം തന്നെ ഷോർട്ട് ടേം എഫക്ട്സ്. ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, അതായത് അവർക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവും. ഇത് യൂസ് ചെയ്യുന്നവർക്ക് വിശപ്പ് കാണത്തില്ല, അതുകൊണ്ട് തന്നെ അവർ മീൽസ് എല്ലാം സ്കിപ്പ് ചെയ്യും. പിന്നെ അടുത്തൊരു എഫക്റ്റാണ് ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ ആൻഡ് ബോഡി ടെമ്പറേച്ചർ. അവരുടെ ബോഡി എന്ന് പറയുന്നത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ എന്ന പോലെ ഇൻക്രീസ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ബോഡി ടെമ്പറേച്ചറൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ പോലും ഇതുപോലെയുള്ള ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ ഹാർട്ട് ബീറ്റ് ആൻഡ് ഹൈ ബ്ലഡ് പ്രഷറൊക്കെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു എഫക്റ്റാണ് കോൺട്രാക്റ്റഡ് ബ്ലഡ് വെസൽസ്. അവരുടെ ബ്ലഡ് വെസൽസ് എല്ലാം ചുരുങ്ങിയിരിക്കും, അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ബ്ലഡ് ഫ്ലോ മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇത് യൂസ് ചെയ്യുന്നവരിൽ ബ്ലഡ് ഫ്ലോ കുറവായതുകൊണ്ട് തന്നെ അവരുടെ കൈയും കാലൊക്കെ ഇങ്ങനെ തണുത്തിരിക്കും. പിന്നെ അവരുടെ ബ്രീത്തിങ് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ അവരുടെ പ്യൂപ്പിൾസ് ഡയലേറ്റഡ് പ്യൂപ്പിൾസ് ആയിരിക്കും. ഭയങ്കരമായിട്ട് വൈഡായിട്ട് നിൽക്കുന്ന വലിയ കണ്ണുകളായിട്ടായിരിക്കും ഉള്ളത്. പിന്നെ നെക്സ്റ്റ് ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് പാറ്റേൺസ്. അവർക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാനായിട്ട് പറ്റില്ല, രാത്രി മുഴുവനും ഉറങ്ങാതിരിക്കുക. അതുപോലെ നോസിയ എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് വോമിറ്റിംഗ് ചെയ്യാനുള്ള ഒരു തോന്നൽ, ഒരു മനം പുരട്ടൽ. അതുപോലെ ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്ന് വെച്ചാൽ ടു മച്ച് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് എനർജി. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുക. ഇനി അടുത്തതാണ് ബിസയർ, എറാറ്റിക്, സംടൈംസ് വയലൻറ്റ് ബിഹേവിയർ. എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള ബിഹേവിയർ അവർ കാണിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു റീസൺ പോലും ഇല്ലാതെ ഇങ്ങനെ എന്താ പറയുക, അഗ്രസീവായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ അടി കൂടാൻ വരിക, അതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി അടുത്തതാണ് ഹാലൂസിനേഷൻസ്. ഹൈപ്പർ എക്സൈറ്റബിലിറ്റി, ഇറിറ്റബിലിറ്റി, ടാക്ടൈൽ ഹാലൂസിനേഷൻ ഓഫ് ബഗ്സ് ബ്രോയിങ് അണ്ടർ ദ സ്കിൻ. അതായത് ഇവർക്ക് ഇല്ലാത്ത പലതും കാണുന്നതായിട്ടും ഫീൽ ചെയ്യുന്നതായിട്ടും ഒക്കെ തോന്നും. ഫോർ എക്സാമ്പിൾ, അവരുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇൻസെക്ട്സ് ഒക്കെ ഇങ്ങനെ ക്രൗൾ ചെയ്ത് പോകുന്നില്ല, അരിച്ചു പോകുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുക. ഇനി അടുത്ത ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസ് യൂഫോറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രീം ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ്. ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഹാപ്പി ഫീലിങ്ങിനെയാണ് യൂഫോറിയ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ആങ്സൈറ്റി ആൻഡ് പാരനോയ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഫിയർ ആൻഡ് സസ്പീഷൻ എന്ന് വെച്ചാൽ അവർക്കൊരു ഭയങ്കര പേടിയും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആരൊക്കെയോ അവരെ നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ആങ്സൈറ്റിയിൽ പേടിയൊക്കെ വരിക. പിന്നെ അടുത്തൊരു എഫക്റ്റാണ് ഡിപ്രഷൻ. എന്ന് വെച്ചാൽ അവർ ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ എഫക്റ്റ് എല്ലാം കഴിയാൻ നേരത്തെ ഒരു സാഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും അവർക്ക് അതിൻ്റെ എഫക്റ്റ് എല്ലാം. കാരണം അത്രയും ഹൈ എന്താ പറയുക, ഹാപ്പി അല്ലെ യൂഫോറിക് സ്റ്റേറ്റിൽ നിന്നൊരാൾ പിന്നീട് അതിൻ്റെ എഫക്റ്റ് കഴിയാൻ നേരത്തൊരു ഡിപ്രഷനിലേക്ക് പോകും. പിന്നെ അടുത്തതാണ് ഇൻറ്റൻസ് ഡ്രഗ് ക്രേവിങ്സ്. എന്ന് വെച്ചാൽ ഈ ഒരു ഡ്രഗ് പിന്നെയും വേണം എന്നുള്ള ആ ഒരു തോട്ട് മാത്രമായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുന്നത്. അടുത്തതാണ് പാനിക് ആൻഡ് സൈക്കോസിസ്. എന്ന് വെച്ചാൽ ഒരു ലോസ് ഓഫ് കൺട്രോൾ ആൻഡ് കൺഫ്യൂഷൻ. ഫോർ എക്സാമ്പിൾ, അവർ ഇമാജിനറി പീപ്പിൾസിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇനി അവസാനമായിട്ട് പറയുന്നത് എന്താണ്? കൺവൾഷൻസ്, ഷീസേഴ്സ് ആൻഡ് സഡൻ ഡെത്ത് ഫ്രം ഹൈ ഡോസസ് ഈവൻ വൺ ടൈം. എന്ന് വെച്ചാൽ കൺവൾഷൻസ് എന്ന് വെച്ചാൽ സഡൻ ഷേക്കിംഗ് ഓഫ് ദ ബോഡി, ജേർക്കിംഗ് അല്ലെങ്കിൽ ഷേക്കിംഗ് ഓഫ് ദ ബോഡി. അതുപോലെ ഷീസേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സഡൻ ഡെത്ത്, ഭയങ്കര ഹൈ ഡോസിൽ ഈ ഒരു ഡ്രഗ് എടുക്കാൻ നേരത്ത് ഈവൻ ഡെത്ത് വരെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്.
അപ്പോൾ ഇതെല്ലാം തന്നെ ഷോർട്ട് ടേം എഫക്ട്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലോങ് ടേം എഫക്ട്സ് ആണ്. എന്ന് വെച്ചാൽ ഈ ഒരു ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി നാളത്തേക്ക് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ നേരത്ത് ഒത്തിരി ലോങ് ടേം എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ആയിട്ട് പറയുന്നതാണ് ലിവർ, കിഡ്നി ആൻഡ് ലങ് ഡാമേജ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് ആയിട്ടുള്ള ലിവർ, കിഡ്നി, ലങ്സ് ഇതിനെല്ലാം തന്നെ ഡാമേജ് സംഭവിക്കും. നമുക്ക് ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ട് വരും, നമ്മുടെ ബോഡി വീക്കാവും. അതുപോലെ ഡിസ്ട്രക്ഷൻ ഓഫ് ദി നേസൽ ടിഷ്യൂ ഇഫ് സ്നിഫ്ഡ്. എന്ന് വെച്ചാൽ ചിലർ ഇത് മൂക്കിൽ വലിച്ചു കയറ്റും, സ്നിഫ് ചെയ്ത് കയറ്റും. അങ്ങനെ ആവാൻ നേരത്തെ ഈ നേസൽ ടിഷ്യൂസ് എല്ലാം തന്നെ ഡാമേജ് ആവും, ബ്ലീഡിങ് വരാനും അതുപോലെ ഹോൾസ് പോലെ ഫോം ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അടുത്തായിട്ട് പറയുന്നത് റെസ്പിറേറ്ററി ഫെയിലർ ഇഫ് സ്മോക്ക്ഡ്. എന്ന് വെച്ചാൽ ചിലരിത് സ്മോക്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആവാൻ നേരത്ത് അത് ലങ്സിനെ ബാധിക്കുകയും ചെയ്യും, ബ്രീത്തിങ്ങിനെയൊക്കെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആൻഡ് ആബ്സസസ് ഇഫ് ഇൻജെക്റ്റഡ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് ഇൻജെക്റ്റ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആവാൻ നേരത്തെ കണ്ടിന്യൂസ് ഇൻജെക്റ്റ് ചെയ്യാൻ നേരത്ത് വൂൺസ് ഫോം ചെയ്യാനും അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനും HIV ഉണ്ടാവാനും അതുപോലെ ആബ്സസ് കുരു പോലെയുള്ളത് ഫോം ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് മാൽ ന്യൂട്രീഷൻ ആൻഡ് വെയിറ്റ് ലോസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ ഷോർട്ട് ടേം എഫക്റ്റിൽ അവർക്ക് വിശപ്പ് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫുഡ് കഴിക്കാതെ ആയി അവർ ഭയങ്കര തിന്നാവാനും അതുപോലെ മാൽ ന്യൂട്രീഷൻ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് സിവിയർ ടൂത്ത് ഡിക്കേ. അവരുടെ പല്ല് ഡിക്കേ ആയി പോവും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ നേരത്ത് അവരുടെ പല്ല് പൊട്ടിപ്പോവുകയും അതുപോലെ ഡിക്കേ ആവുകയൊക്കെ ചെയ്യും. അതുപോലെ മറ്റൊരു എഫക്റ്റാണ് ഓഡിറ്ററി ആൻഡ് ടാക്ടൈൽ ഹാലൂസിനേഷൻസ്. എന്ന് വെച്ചാൽ ഇവർക്ക് ഇല്ലാത്ത പലതും കേൾക്കുന്നതായിട്ടും അതുപോലെ അവർ ഫീൽ ചെയ്യുന്നതായിട്ടും ഒക്കെ തോന്നും. ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇൻസെക്ട്സ് അവരുടെ സ്കിന്നിൽ ഇങ്ങനെ അരിച്ചു പോകുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യും. ഇനി അടുത്തതായിട്ട് പറയുന്നത് സെക്ഷൽ പ്രോബ്ലംസ് ആണ്, റീപ്രൊഡക്റ്റീവ് ഡാമേജ് അതുപോലെ ഇൻഫെർട്ടിലിറ്റി. ബോത്ത് ജെൻഡേഴ്സ് മെയിൽസിലും ഫീമെയിൽസിലും ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യാൻ നേരത്ത് അവർക്കുണ്ടാകുന്ന ലോങ് ടേം എഫക്റ്റിൽ വരുന്നതാണ് ഇൻഫെർട്ടിലിറ്റി. അവർക്ക് ചിൽഡ്രൻസ് ഉണ്ടാവാൻ പാടായിരിക്കും. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നതാണ് ഡിസോറിയൻറ്റേഷൻ, എയ്പതി ആൻഡ് കൺഫ്യൂസ്ഡ് എക്സ്ഹോഷൻ. എന്ന് വെച്ചാൽ ഇവരിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ നേരത്ത് അവരുടെ ബ്രെയിൻ എല്ലാം വീക്കാവുകയും അവർക്ക് പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് പറ്റാതെ വരികയും ചെയ്യും. അങ്ങനെ ആവാൻ നേരത്ത് എന്താണ് ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ അതുപോലെ ടയേർഡ്നെസ്സും അതുപോലെ ഒരു ഡിസോറിയൻറ്റേഷനൊക്കെ ഫീൽ ചെയ്യും. ഇനി അടുത്തതാണ് ഇറിറ്റബിലിറ്റി ആൻഡ് മൂഡ് ഡിസ്റ്റർബൻസസ്. ഇത് അവരുടെ മൂഡിനെയും ബാധിക്കും. അവർക്ക് പെട്ടെന്ന് ഇറിറ്റബിൾ ആവുക, ഭയങ്കര സാഡ് ആവുക, പെട്ടെന്ന് ദേഷ്യം വരിക, അതൊക്കെ അതിന് എക്സാമ്പിളാണ്. അടുത്തതാണ് ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ഓഫ് റിസ്കി ബിഹേവിയർ. അതായത് അവർ റിസ്കി ബിഹേവിയേഴ്സ് കാണിക്കും, ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. ഫോർ എക്സാമ്പിൾ ഫൈറ്റിങ്, അൺസേഫ് സെക്സ്, ആക്സിഡൻറ്റ്സ്. ഇനി അടുത്തതാണ് ഡെലീരിയം ഓർ സൈക്കോസിസ്. എന്ന് വെച്ചാൽ ലോസ് ഓഫ് റിയാലിറ്റി. ഫോർ എക്സാമ്പിൾ സെൻസ് അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക. പിന്നെ അടുത്ത ഒരു ലോങ് ടേം എഫക്റ്റാണ് ടോളറൻസ് ആൻഡ് അഡിക്ഷൻ ഈവൻ ആഫ്റ്റർ ജസ്റ്റ് വൺ യൂസ്. അതായത് ഒറ്റ തവണ യൂസ് ചെയ്താൽ പോലും അവർക്ക് ഈ ഒരു ഡ്രഗ് വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നും, അഡിക്ഷൻ ലെവലിലോട്ട് മാറും. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ലോങ് ടേം എഫക്ട്സിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഷോർട്ട് ടേം എഫക്ട്സും പറഞ്ഞു, ലോങ് ടേം എഫക്ട്സും പറഞ്ഞു കൊക്കൈനിൻ്റെ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഡ്രഗാണ് ആംഫെറ്റമൈൻസ്. ആംഫെറ്റമൈൻസ് എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റിമുലൻ്റ് ഡ്രഗാണ്. അത് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ബോഡിനെയും ബ്രെയിനിനെയും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സ്റ്റിമുലൻ്റ് ഡ്രഗാണ് ആംഫെറ്റമൈൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഏർലിയസ്റ്റ് ആംഫെറ്റമൈൻ എന്ന് പറഞ്ഞാൽ ബെൻസിഡ്രെയിൻ അല്ലെങ്കിൽ ആംഫെറ്റാനിക് സൾഫേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ബെൻസിഡ്രെയിൻ ആണ് ആദ്യത്തെ ആംഫെറ്റമൈൻ എന്ന് പറയുന്നത്. 1927 ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഇതിനെ ആദ്യമൊക്കെ വിളിച്ചിരുന്ന പേരെന്ന് വെച്ചാൽ വണ്ടർ പിൽസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് അവേക്ക് ആൻഡ് അലേർട്ട് അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കുന്ന ഒരു ഡ്രഗ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ആദ്യകാലത്ത് വണ്ടർ പിൽസ് എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ടെൻഡൻസി ടു സപ്രസ് അപ്പറ്റൈറ്റ്. നമ്മൾ കൊക്കൈനിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ വിശപ്പിനെ ഇല്ലാതാക്കുന്ന ഒരു സപ്രസ് ചെയ്യിപ്പിക്കുന്ന ഒരു ടെൻഡൻസിയുള്ള ഡ്രഗാണ് ആംഫെറ്റമൈൻ. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഇതിൻ്റെ യൂസസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് മെഡിക്കലി ടു കർബ് അപ്പറ്റൈറ്റ് ഫോർ വെയ്റ്റ് റിഡക്ഷൻ. എന്ന് വെച്ചാൽ വെയ്റ്റ് ലോസിലൊക്കെ ഡോക്ടേഴ്സ് ഈ ഒരു ആംഫെറ്റമൈൻസ് കൊടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഹങ്കർ ഇല്ലാതാക്കും അല്ലെങ്കിൽ അപ്പറ്റൈറ്റിൻ്റെ ഫീലിങ്സിനെ കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ
ഇത് വെയിറ്റ് ലോസിൻ്റെ സമയത്തൊക്കെ ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് മൈൽഡ് ഫീലിങ്സ് ഓഫ് ഡിപ്രഷനെയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും ഡോക്ടേഴ്സ് എഴുതി കൊടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ലെസ് ടയേർഡായിരിക്കും ഇത് എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കുറച്ചും കൂടി അവൈക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മൈൽഡ് ഫീലിങ്സ് ഓഫ് ഡിപ്രഷന് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ആംഫെറ്റമൈൻസ് ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് റിലീവ്സ് ഫാറ്റിഗ്. ചില മെഡിക്കൽ കണ്ടീഷൻസിൽ ഭയങ്കര ടയേർഡായിട്ടിരിക്കാൻ നേരത്ത് അതിൽ നിന്നും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള ആംഫെറ്റമൈൻസ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അഡിക്ഷൻ ലെവലിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെയാണ് ആംഫെറ്റമൈൻസിൻ്റെ യൂസസ്. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഹൗ ആംഫെറ്റമൈൻസ് വർക്ക്, എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത്. അതിൽ പ്രോംപ്റ്റ് ദ ബ്രെയിൻ ടു ഇനീഷ്യേറ്റ് എ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ്. നമ്മൾ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എന്ന് വെച്ചാൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരാൻ നേരത്താണ് നമ്മുടെ ബോഡി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് കാണിക്കുന്നത്. അപ്പം ഇത് എടുക്കാൻ നേരത്തിൽ, ഇത് യൂസ് ചെയ്യാൻ നേരത്ത് ആ ഒരു കണ്ടീഷനിലേക്കാണ് പോകുന്നത് നമ്മുടെ ബ്രെയിന്. എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ബ്രെയിനിനെ ചിന്തിപ്പിക്കുന്നത് എന്താണ്, നമ്മുടെ ബോഡി ഡേഞ്ചറിലാണ്, എന്നിട്ട് എന്താണ് ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിലേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള അഡ്രീനാലിൻ റിലീസ് ചെയ്യും. അങ്ങനെ എന്താണ് നമ്മൾ ഹാർട്ട് റേറ്റും അതുപോലെ ബ്ലഡ് പ്രഷറും എല്ലാം ഇൻക്രീസ് ആവും. ആൻഡ് എന്ത് സംഭവിക്കും, ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ ടു ദ പെരിഫറൽ മസിൽസ്. എന്ന് വെച്ചാൽ നമ്മുടെ കൈകളിലേക്കും കാലുകളിലേക്കൊക്കെ ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ പോകും. ഫോർ എക്സാമ്പിൾ ഇത് യൂസ് ചെയ്തൊരു വ്യക്തി ഇരിക്കുകയാണെങ്കിൽ കൂടി ഒരു ഓടിപ്പോകുന്നതിൻ്റെ എഫക്റ്റ് ആയിരിക്കും അവർക്കുണ്ടാവുക. ഇതൊരു സ്മോൾ ഡോസസിൽ എടുക്കാൻ നേരത്ത് ലെസ് ടയേർഡായിട്ട് ഫീൽ ചെയ്യും, അതുപോലെ തന്നെ ഭയങ്കര അലേർട്ടായിട്ട് ഫീൽ ചെയ്യും. ഒരു ഫീലിംഗ് ഓഫ് റിഫ്രഷ്മെൻ്റ് ആയിരിക്കും അവർക്ക് ഒരു ഷോർട്ട് പീരീഡിലത്തേക്ക്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇമ്മീഡിയറ്റ് എഫക്ട്സ് ഓഫ് ആംഫെറ്റമൈൻസ്. ആംഫെറ്റമൈൻസിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാകുന്ന എഫക്ട്സ് എന്തൊക്കെയാണ്? ബേസ്റ്റ് ഓഫ് എനർജി, മേക്കിംഗ് ദ യൂസർ ടോക്കറ്റീവ്, റെസ്റ്റ്ലെസ് ആൻഡ് എക്സൈറ്റഡ്. അതായത് പെട്ടെന്ന് അവർ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകും, കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കും. പിന്നെ റെസ്റ്റ്ലെസ് ആയിരിക്കും, അവർക്ക് ക്വയറ്റായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാനായിട്ട് പറ്റില്ല, അവരുടെ ഹാൻഡ്സും ലെഗ്സും ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടും. പിന്നെ ഹൈ ബ്ലഡ് പ്രഷർ ആവും, ബ്ലഡ് പ്രഷർ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും. പിന്നെ ഡ്രൈ മൗത്ത് ആൻഡ് ജോ ക്ലെൻച്ചിങ്. അതായത് പെട്ടെന്ന് അവരുടെ മൗത്ത് ഡ്രൈ ആവും, അതുപോലെ തന്നെ പല്ലിങ്ങനെ കടിച്ചു പിടിക്കുക, ജോ ക്ലെൻച്ചിങ്. അതുപോലെ സ്വെറ്റിങ്, ഭയങ്കരമായിട്ട് വിയർക്കാൻ തുടങ്ങും. അതുപോലെ ഡയലേറ്റഡ് പ്യൂപ്പിൾസ് എല്ലാം ഇങ്ങനെ ഭയങ്കര വൈഡായിട്ട് വികസിച്ചിരിക്കും. അതുപോലെ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ. ഇതെല്ലാം എന്താണ്, ഇത് ഈ ആംഫെറ്റമൈൻസ് യൂസ് ചെയ്യാൻ നേരത്തുള്ള ഇമ്മീഡിയറ്റ് എഫക്ട്സ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആംഫെറ്റമൈൻസിൻ്റെ മറ്റു എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു ലോങ് ടൈമിലത്തേക്ക് ഇത് യൂസ് ചെയ്യാൻ നേരത്ത് പല ഏരിയാസിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മുടെ ഫിസിക്കലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്, സോഷ്യലി ആൻഡ് ഓൾസോ മെൻ്റലി. അപ്പം എന്തൊക്കെയാണ് ലോങ് ടേം എഫക്ട്സ് എന്ന് നോക്കാം. റിസ്ക് ഓഫ് ഡാമേജ് ടു ബ്രെയിൻ സെൽസ്. അതായത് ആംഫെറ്റമൈൻസിൻ്റെ ലോങ് യൂസ് ബ്രെയിൻ സെൽസിനെ നശിപ്പിക്കുന്നുണ്ട്. മേ ബി അവർക്ക് മെമ്മറി ഇഷ്യൂസൊക്കെ വരാൻ കാരണമാകും. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നതാണ് ആംഫെറ്റമൈൻ സൈക്കോസിസ് ഇൻക്ലൂഡിങ് ഹലോസിനേഷൻസ്, പാരനോയ ആൻഡ് സിംറ്റംസ് സിമിലർ ടു സ്കിസോഫ്രീനിയ. എന്ന് വെച്ചാൽ സ്കിസോഫ്രീനിയ നമുക്കറിയാം അല്ലെ, മാരകമായിട്ടുള്ളൊരു മെൻ്റൽ ഡിസോർഡറാണ്. ആ മെൻ്റൽ ഡിസോർഡറിൽ കാണിക്കുന്ന ചില സിംറ്റംസാണ് ഹലോസിനേഷൻസ്, പാരനോയ, ഇതൊക്കെ. അപ്പോൾ ഈ സിംറ്റംസൊക്കെ ഈ ആംഫെറ്റമൈന് ലോങ് യൂസ് ചെയ്യാൻ നേരത്ത് അവരിൽ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇല്ലാത്ത പലതും അവർ കാണുന്നതായിട്ടും കേൾക്കുന്നതായിട്ടും ഒക്കെ തോന്നുക. അതുപോലെ പാരനോയ, ഫോർ എക്സാമ്പിൾ ആരോ അവരെ ഫോളോ ചെയ്യുന്നത് പോലെ അവർക്ക് തോന്നുക. ഇതൊക്കെ ഈ ആംഫെറ്റമൈൻ സൈക്കോസിസിന് എക്സാമ്പിൾസ് ആണ്. ഇനി മറ്റൊരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മാൽന്യൂട്രീഷനാണ്. മാൽന്യൂട്രീഷൻ ഡ്യൂ ടു അപ്പറ്റൈറ്റ് സപ്രഷൻ. നമ്മൾ പറഞ്ഞല്ലോ ഇത് യൂസ് ചെയ്യുന്നവർക്ക് അപ്പറ്റൈറ്റ് കുറവായിരിക്കും, എന്ന് വെച്ചാൽ വിശപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് മാൽന്യൂട്രീഷൻ സംഭവിക്കും. അതുപോലെ തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി വീക്കായിരിക്കും. അവരുടെ സ്ലീപ്പും അതുപോലെ ഫുഡ് കഴിക്കുന്നതെല്ലാം കുറവായതുകൊണ്ട് തന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി ഭയങ്കര വീക്കായിരിക്കും. അതുപോലെ അവർക്ക് മൂഡ് സ്വിങ്സ് വരും. പെട്ടെന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾ മേ ബി സാഡ് ആവാനും പിന്നീട് ആങ്കർ ആവാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡിപ്രഷൻ, പാനിക് അറ്റാക്സ്, ഇതെല്ലാം അവർക്ക് ഉണ്ടാകും. പിന്നെ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് നീഡ് ടു യൂസ് അതർ ഡ്രഗ്സ് ലൈക്ക് സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് ടു ബാലൻസ് എഫക്ട്സ്. എന്ന് വെച്ചാൽ ഈ സ്റ്റിമുലൻസ് ഇവർ മോർണിംഗ് യൂസ് ചെയ്യാൻ നേരത്തെ അവർക്ക് നൈറ്റ് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നൈറ്റ് ഉറക്കമില്ലാതിരിക്കുകയാണ്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി അവർക്ക് സ്ലീപ്പിംഗ് പിൽസ് എടുക്കേണ്ടിയൊക്കെ വരും.
അപ്പോൾ അവർക്ക് ഈ ആംഫെറ്റമൈൻസിൻ്റെ എഫക്ട്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് മറ്റു പല ഡ്രഗ്സും എടുക്കേണ്ടതായിട്ട് വരികയാണ്. പിന്നെ മറ്റൊരു എഫക്റ്റാണ് അഗ്രഷൻ ആൻഡ് വയലൻറ്റ് ബിഹേവിയർ. ഇവർ വയലൻറ്റ് ബിഹേവിയേഴ്സ് കാണിക്കും, ഒരു റീസൺ ഇല്ലാതെ വെറുതെ ഫൈറ്റ് ചെയ്യുക, അതൊക്കെ അതിന് എക്സാമ്പിളാണ്. പിന്നെ ഇതിൻ്റെ ലോങ് യൂസ് കാരണം അവരുടെ ഹാർട്ടും അതുപോലെ കിഡ്നി എല്ലാം ഡാമേജ് ആകും. അതുപോലെ സീസേഴ്സ് ഉണ്ടാവും, അവർക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, അതുപോലെ തന്നെ എക്സ്ട്രീം ആങ്സൈറ്റി ആയിരിക്കും അവർ ടൂ മച്ച് ഫിയർ ആൻഡ് ടെൻഷൻ ആയിരിക്കും അവർക്ക് എന്തെങ്കിലും ബാഡ് സംഭവിക്കുമോ എന്നൊക്കെ, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനൊക്കെ ആയിരിക്കും അവർ. ഇനി അടുത്തതായിട്ട് പറയുന്നത് സോഷ്യൽ ആൻഡ് ലീഗൽ ഇമ്പാക്ട്സ് ആണ്. അതിൽ ഫസ്റ്റ് റിലേഷൻഷിപ്സ്, ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ബ്രേക്കപ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ആവശ്യമില്ലാതെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ബിഹേവിയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ റിലേഷൻഷിപ്പിനെ ഇത് നല്ല രീതിക്ക് ബാധിക്കും. ഫാമിലിയായിട്ടും ഫ്രണ്ട്സും ആയിട്ടൊക്കെ പല പല ആർഗ്യുമെൻറ്റ്സും അതുപോലെ ബ്രേക്കപ്സും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. ഇനിയിപ്പോൾ അവർ പഠിക്കുകയോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുകയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ചെയ്യുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് അതുകൊണ്ട് തന്നെ റെഡ്യൂസ്ഡ് പെർഫോമൻസ് ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ ഇവർക്ക് പല പല ലീഗൽ ഇഷ്യൂസും ഉണ്ടാവും. അറസ്റ്റഡ് ഫോർ പൊസഷൻ, യൂസ് ഓർ ക്രൈംസ് കമ്മിറ്റഡ് ടു സപ്പോർട്ട് യൂസ്. ഈ ഡ്രഗ് യൂസ് കാരണം ഉണ്ടാകുന്ന ഒരുപാട് പോലീസ് കേസസ് അവർക്ക് കാണും. പിന്നെ ലാസ്റ്റായിട്ട് പറയുന്നൊരു പോയിൻ്റാണ് ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, ഡെപ്റ്റ് ഫ്രം ഇൻഎബിലിറ്റി ടു ഹോൾഡ് എ ജോബ് ഓർ സ്പെൻഡിങ് മണി ഓൺ ആംഫെറ്റമൈൻസ്. അതായത് ഈ ആംഫെറ്റമൈൻസ് വാങ്ങിച്ച് അവർക്ക് മേ ബി കടം എടുക്കേണ്ട അവസ്ഥയിലെത്തിക്കാണും. പിന്നെ അത് അവരുടെ ജോബിനെ ബാധിച്ചത് കാരണം ചിലപ്പോൾ ജോബ് നഷ്ടപ്പെട്ടവരായിരിക്കാം. അങ്ങനെ ഈ ആംഫെറ്റമൈൻ കാരണം തന്നെ ഒരുപാട് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യേണ്ടി വരും. ഇത് ജസ്റ്റ് ആംഫെറ്റമൈൻ്റെ മാത്രം കേസല്ല, ഏതൊരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുക എന്നുള്ളത് നോർമലാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ആംഫെറ്റമൈൻസിൻ്റെ എഫക്ട്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ഒരു ഡ്രഗിലേക്ക് പോവാം. അടുത്തതാണ് മെത്താഫെറ്റമൈൻ, ബാർബിറ്റുറേറ്റ്സ് അല്ലെങ്കിൽ സെഡേറ്റീവ്സ്. അപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ മറ്റൊരു പേരാണ് സെഡേറ്റീവ്സ് അല്ലെങ്കിൽ ഡിപ്രസൻസ്. കാരണം എന്താണ്, നമ്മുടെ ബ്രെയിനിനെയും ബോഡിനെയും ഇത് സ്ലോ ഡൗൺ ചെയ്യും. നമ്മൾ മുന്നേ പറഞ്ഞ ഡ്രഗ്സൊക്കെ എന്താണ്, ആക്റ്റീവ് ആക്കുക അല്ലെങ്കിൽ അലർട്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതെന്താണ്, ബ്രെയിനിനെയും ബോഡിനെയും സ്ലോ ഡൗൺ ചെയ്യും. ആദ്യകാലങ്ങളിലൊക്കെ ഡോക്ടേഴ്സ് ഈ ഒരു ഡ്രഗ് പേഷ്യൻസിനെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ പേഷ്യൻസിന് സ്ലീപ്പിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. ഇത് ആക്ട് ചെയ്യുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ്, അതായത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സണിനെ റിലാക്സ്ഡ് ആയിട്ടും സ്ലീപ്പി ആയിട്ടൊക്കെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു ഡ്രഗാണ്. പിന്നെ ഇത് അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റീനെ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്, കോഗ്നിറ്റീവ് ടാസ്കിൻ്റെയൊക്കെ പെർഫോമൻസിനെ റെഡ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഇപ്പം അവരുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ മേ ബി കുറച്ചധികം സമയം എടുക്കുമായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആൻസർ കിട്ടാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഹൈ ഡോസസ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് സ്ലീപ്പിലേക്ക് പോകും. അതേസമയം ടൂ മച്ച് ഡോസസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിന് പാരാലിസിസിലേക്ക് പോകാനും സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ബ്രെയിൻ ഫങ്ഷൻസ് എല്ലാം സ്റ്റോപ്പായി ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകും. പിന്നെ ഇതിൻ്റെ മറ്റു കോമൺ എഫക്ട്സ് എന്തൊക്കെയാണ്, ഇൻക്ലൂഡ് ഇമ്പയർഡ് ഡിസിഷൻ മേക്കിംഗ്. അവരുടെ ഡിസിഷൻ മേക്കിംഗ് വളരെ ബാഡായിരിക്കും, റോങ് ഡിസിഷൻസ് എടുക്കും, റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, ഈവൻ ചിന്തിക്കുക പോലും ചെയ്യാതെ. അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലം സോൾവിങ്ങിനെ അത് ബാധിക്കും. അതുപോലെ സ്ലോ സ്പീച്ച് ആയിരിക്കും, വളരെ സ്ലോ ആയിട്ടായിരിക്കും അവർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ സഡൻ മൂഡ് ഷിഫ്റ്റ്സ്, എന്ന് വെച്ചാൽ പെട്ടെന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് മൂഡ് ചേഞ്ച് ആയിട്ട് മേ ബി ആംഗ്രി ഓർ സാഡൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് സെഡേറ്റീവ്സിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ഒരു ഡ്രഗിൻ്റെ കാറ്റഗറിയിലോട്ട് പോവാം. എക്സ്റ്റാസി, മരിജ്വാന, അല്ലെങ്കിൽ ഇതിന് കോമൺ ആയിട്ട് പറയുന്നതാണ് ഹാലൂസിനോജൻസ്. Hallucinogens are drugs known to induce hallucinations by distorting sensory images rather than creating them anew. അതായത് ഹാലൂസിനോജൻസ്, നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞ വേർഡ് മുന്നേ പലതവണയായിട്ട് പറഞ്ഞു. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇല്ലാത്ത പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനെയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് എഫക്റ്റ് തന്നെയാണ് ഈ പറഞ്ഞ ഹാലൂസിനോജൻസ് കൊടുക്കുന്നത്. അതായത് ഒരാൾ കാണുകയും കേൾക്കുകയും ഫീൽ ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് വരുത്താനായിട്ട് ഈ ഒരു ഹാലൂസിനോജൻസിന് പറ്റും. എന്ന് വെച്ചാൽ അതായത് അവർ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ ഡിസ്റ്റോർട്ട് ചെയ്യാണ് ഹാലൂസിനോജൻസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കളേഴ്സ് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നവരെ നമുക്ക് മെൻ്റലി ഇല്ലായിട്ട് തോന്നിപ്പോവും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, സൈക്കോടോമിമെറ്റിക്സ് എന്ന് പറയുന്നത്.
ഇനി ഏതൊക്കെയാണ് മേജർ ഹലൂസിനോജൻസ് എന്ന് നോക്കാം. അതിലാദ്യമായിട്ട് പറയുന്നതാണ് LSD, അതായത് ലൈസേർജിക് ആസിഡ് ഡൈ എഥൈലമൈഡ്. ഇതൊരു സ്ട്രോങ് ഹലൂസിനോജനാണ്. അതുപോലെ ഇതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റോ അല്ലെങ്കിൽ ഒരു കളറോ അല്ലെങ്കിൽ സ്മെല്ലോ ഇല്ല. ഇതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് യൂസേജ് തന്നെ ബ്രെയിനിൽ വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കാനുള്ളൊരു ശേഷിയുണ്ട്. ഇത് യൂസ് ചെയ്താൽ തന്നെ ഇതിൻ്റെ എഫക്റ്റ് മേ ബി ഒരു 8 hours വരെയൊക്കെ ലാസ്റ്റ് ചെയ്തേക്കാം. പിന്നെ ഇതുണ്ടാക്കുന്ന എഫക്ട്സ് എന്തൊക്കെയാണ്? ചേഞ്ചസ് ഇൻ സെൻസറി പെർസെപ്ഷൻ, മൂഡ് സ്വിങ്സ്, ഡീപേഴ്സണലൈസേഷൻ ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്. അതായത് അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ മൂഡ് സ്വിങ്സ് ഉണ്ടാവും ഭയങ്കരമായിട്ട്. അതുപോലെ ഡീപേഴ്സണലൈസേഷൻ എന്ന് വെച്ചാൽ അവരുടെ ഒരു സെൽഫിൽ നിന്ന് തന്നെ അവർ സെപ്പറേറ്റ് ആയതുപോലെ ഒരു ഫീലായിരിക്കും. അതുപോലെ തന്നെ കൺഫ്യൂഷൻ, ഫിയർ, ഇതെല്ലാം അവരിൽ കാണുന്ന എഫക്ട്സ് ആണ്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നവരിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസസ് പലതും ട്രോമാറ്റിക് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പെർസീവ് ചെയ്യുന്നതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. അത് അവരിൽ ഫിയർ ഉണ്ടാക്കുകയും ഒരു ആങ്സൈറ്റി ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ഫോർ എക്സാമ്പിൾ, അവർ ചിലപ്പം വാൾസ് മൂവ് ചെയ്യുന്നതായിട്ടും കളേഴ്സ് ചേഞ്ച് ചെയ്യുന്നതായിട്ടും ഒക്കെ അവർക്ക് തോന്നിപ്പോകും. പിന്നെ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫ്ലാഷ് ബാക്സ് ഓർ ഇൻവോളണ്ടറി റിക്കറൻസസ് ഓഫ് ഹലൂസിനേഷൻസ് മേ ഒക്കർ വീക്സ് ഓർ മന്ത്സ് ആഫ്റ്റർ യൂസ്. എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മന്ത്സും വീക്സൊക്കെ കഴിഞ്ഞാലും ഇതുപോലെ ഹലൂസിനേഷൻസ് കാണിക്കും. ഇവൻ ദോ അവരിത് ആ ഒരു ടൈമിൽ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി അവർക്ക് ഈ പറഞ്ഞ ഹലൂസിനേഷൻസ് കാണിക്കും. ഫോർ എക്സാമ്പിൾ, ഡ്രഗ് യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്തും അവർ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുക. എന്ന് വെച്ചാൽ ഇല്ലാത്ത പല സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുക. അപ്പം അതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ എത്രത്തോളം അത് ഭയാനകരമാണെന്ന്. അപ്പം അതൊക്കെയായിരുന്നു LSDയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്ന ഒരു ഹലൂസിനോജനാണ് മരിജ്വാന. സിംപ്ലി മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കഞ്ചാവ്. അപ്പം മരിജ്വാനയെ കുറിച്ച് പറയുന്നെങ്കിൽ ക്ലാസിഫൈഡ് ആസ് എ മൈൽഡ് ഹലൂസിനോജൻ എന്ന് വെച്ചാൽ ഇതൊരു മൈൽഡ് ഹലൂസിനോജൻ ആണ് വിത്ത് എഫക്ട്സ് ഡിഫറിങ് ഇൻ നേച്ചർ, ഇൻറ്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ ഫ്രം LSD. അതായത് ഇതിൻ്റെ നേച്ചർ, അതുപോലെ ഇൻറ്റൻസിറ്റി, അതുപോലെ ഇത് യൂസ് ചെയ്താലുള്ള ഡ്യൂറേഷൻ, ഇതെല്ലാം LSDയിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇത് ഡിറൈവ് ചെയ്തിട്ടുള്ള, അല്ലെ ഇത് ഉണ്ടാക്കുന്നത് കന്നാബിസ് സറ്റൈവ പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റിന്റെ ഫ്ലവറിങ്സിൽ നിന്നും അതുപോലെ ലീവ്സിൽ നിന്നൊക്കെയാണ്. കോമൺലി ഇതിന് പറയുന്ന ഒരു പേരാണ് ഗ്രാസ്. അതുപോലെ ഇത് സാധാരണയായിട്ട് സിഗരറ്റ് ആയിട്ടും അതുപോലെ പൈപ്സിലൂടെയൊക്കെ സ്മോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? ഇൻഡ്യൂസസ് മൈൽഡ് ഇൻടോക്സിക്കേഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ യൂഫോറിയ, ഇൻക്രീസ്ഡ് വെൽബീയിങ്, ഹൈറ്റൻഡ് പെർസെപ്ച്വൽ അക്വിറ്റി, റിലാക്സേഷൻ ആൻഡ് എ സെൻസേഷൻ ഓഫ് ഡ്രിഫ്റ്റിംഗ്. എന്ന് വെച്ചാൽ ഇതൊരു മൈൽഡ് ഇൻടോക്സിക്കേഷൻ ആണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഡ്രഗ് ഫീലിംഗ് ആണ് കൊടുക്കുന്നത്. അതുപോലെ യൂഫോറിയ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു റീസൺ ഇല്ലാതെ അവർ ഭയങ്കരമായിട്ട് യൂഫോറിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്ട്രീം പ്ലെഷർ ഉണ്ടാവുക. അതുപോലെ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിരിക്കും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഹൈറ്റൻഡ് പെർസെപ്ച്വൽ അക്യൂറ്റി എന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് സെൻസസ് ആയിരിക്കും. അവർ കേൾക്കുന്നതും കാണുന്നതും ഫീൽ ചെയ്യുന്നതും എല്ലാം ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, അവർ മ്യൂസിക്കൊക്കെ കേൾക്കുമ്പം ഭയങ്കര ലൗഡറായിട്ട് അല്ലെങ്കിൽ ഭയങ്കര നൈസായിട്ടൊക്കെ ആയിരിക്കും അവർ കേൾക്കുന്നത്. പിന്നെ എന്താണ് ഒരു സെൻസേഷൻ ഓഫ് ഡ്രിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ അവർ ഫ്ലോട്ട് ചെയ്ത് പോകുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുക. ഭയങ്കര എന്താ പറയുക, ലൈറ്റായിട്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തൊക്കെ പോകുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യും. പിന്നെ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഇവർക്ക് മെമ്മറി പ്രോബ്ലംസ് ഉണ്ടാവും. അതായത് ഷോർട്ട് ടേം മെമ്മറി വീക്ക് ആവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം പറഞ്ഞൊരു കാര്യം അവർക്ക് ചിലപ്പം ഓർത്തെടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ കുറച്ച് ഫിസിയോളജിക്കൽ എഫക്ട്സ് എന്തൊക്കെയാണ്? അവർക്ക് ഹാർട്ട് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ സ്ലോഡ് റിയാക്ഷൻ ടൈം, അവരുടെ അടുത്തൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് റിയാക്ട് ചെയ്യുന്നത് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും. അവരുടെ റിയാക്ഷൻ ടൈം സ്ലോ ആയിരിക്കും. പിന്നെ പ്യൂപ്പിൾ കോൺട്രാക്ഷൻ, അതായത് അവരുടെ കണ്ണിലെ പ്യൂപ്പിൾസ് ഭയങ്കരമായിട്ട് കോൺട്രാക്റ്റഡ് ആയിട്ട് ചുരുങ്ങിയിരിക്കും, ചെറുതായിട്ടിരിക്കും. അതുപോലെ അവരുടെ മൗത്ത് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അതുപോലെ ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ്, ഭയങ്കര വിശപ്പായിരിക്കും അവർക്ക്. അപ്പോൾ അതൊക്കെയായിരുന്നു മരിജ്വാന യൂസ് ചെയ്താലുള്ള എഫക്ട്സ്. ഇതൊക്കെയാണ് മരിജ്വാനയിൽ പറഞ്ഞത്. ഇനി അടുത്ത ഒരു ഡ്രഗിലേക്ക് നമുക്ക് പോവാം. അടുത്തത് എക്സ്റ്റാസി, അല്ലാന്നുണ്ടെങ്കിൽ MDMA എന്നും പറയും. നമ്മൾ വാർത്തകളിലൊക്കെ ഇടയ്ക്കൊക്കെ പോലീസ് പിടികൂടി എന്നൊക്കെ പറഞ്ഞ് കാണുന്ന ഒരു ഡ്രഗാണ്.
MDMA. ഇതൊരു ഹാലോസിനോജനാണ്, അതുപോലെ തന്നെ സ്റ്റിമുലന്റ് ഡ്രഗാണ്. ദാറ്റ് ഇമ്പാക്ട്സ് ബ്രെയിൻ, മൂഡ് ആൻഡ് സെൻസസ്. ബ്രെയിനിനെ, അതുപോലെ നമ്മുടെ മൂഡ്സിനെ, അതുപോലെ നമ്മുടെ സെൻസസിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണിത്. ഇറ്റ് ക്യാൻ കോസ് ആൻ ഇൻഡിവിജ്വൽ ടു ഫീൽ എക്സ്ട്രീംലി ഹാപ്പി. ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, അതുപോലെ ഇമോഷണൽ ആയിരിക്കും അവർ. ബട്ട് ഇറ്റ് ഓൾസോ ക്യാരീസ് സിഗ്നിഫിക്കൻറ്റ് റിസ്ക്. ഹിയർ ആർ സം ഓഫ് ദി എഫക്ട്സ് ഓഫ് ദി എക്സ്റ്റാസി. എന്ന് വെച്ചാൽ ഹൈലി റിസ്കി ആയിട്ടുള്ള ഒരു ഡ്രഗ് കൂടിയാണിത്. ഇനി ഇതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് എക്സ്ട്രീം ഹാപ്പിനെസ് എന്ന് വെച്ചാൽ യൂഫോറിയ, ഭയങ്കര ഹാപ്പിനെസ് അവർക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഇൻക്രീസ്ഡ് എനർജി ആയിരിക്കും, അതുപോലെ ഫീലിംഗ് വെരി ഫ്രണ്ട്ലി ആൻഡ് ഇമോഷണൽ. അവരിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നവരെല്ലാം ഭയങ്കര ഇമോഷണലായിട്ടും ഭയങ്കര ക്ലോസ് ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യും. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ അവർക്ക് എല്ലാവരുടെ അടുത്തും ഫീൽ ചെയ്യും. അതുപോലെ ചേഞ്ചസ് ഇൻ സീയിങ് ആൻഡ് ഹിയറിങ്, നമ്മൾ മുന്നേ പല ഡ്രഗ്സിലൊക്കെ പറഞ്ഞതായിട്ടുള്ള ചേഞ്ചസ് ഇൻ സീയിങ് ആൻഡ് ഹിയറിങ്. അവർ കാണുന്നതിലും കേൾക്കുന്നതിലും ഒക്കെ ചേഞ്ചസ് ഉണ്ടാവും. കറക്റ്റ് എക്സാക്റ്റ് കാര്യങ്ങളല്ല അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അതുപോലെ അവരുടെ ഹാർട്ട് റേറ്റ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, ബോഡി ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആയിരിക്കും, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള മൗത്ത് ആയിരിക്കും, അതുപോലെ ഭയങ്കര തേഴ്സ്റ്റി ആയിരിക്കും, ഭയങ്കര ദാഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, അവർക്ക് വിശപ്പ് കാണത്തില്ല. അതുപോലെ തന്നെ ആങ്സൈറ്റി ആൻഡ് കൺഫ്യൂഷൻ ഉണ്ടാവും അവർക്ക്. അതുപോലെ ഡിപ്രഷൻ ആഫ്റ്റർ ദ എഫക്റ്റ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് അവേഴ്സിൽ അതിൻ്റെ എഫക്റ്റ് കാണും. ആൻഡ് ആഫ്റ്റർ ദ എഫക്റ്റ് ദേ മേ ഫീൽ ഡിപ്രഷൻ, ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടും സാഡ് ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഒത്തിരി മെമ്മറി പ്രോബ്ലംസും ഇത് യൂസ് ചെയ്യുന്നവർക്ക് കാണും. പിന്നെ ഇൻ ഹൈ ഡോസസ് എക്സ്റ്റാസി ക്യാൻ ലീഡ് ടു സീജേഴ്സ്, ഹാർട്ട് പ്രോബ്ലംസ് ആൻഡ് ഈവൻ ഡെത്ത് വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഡ്രഗാണിത്. അതുപോലെ തന്നെ സീസേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ ഹാർട്ട് പ്രോബ്ലംസ് ഇതെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇവർ ഹൈ ഡോസസിൽ എടുത്തു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ അറ്റ് എ പാർട്ടി മൈറ്റ് ഫീൽ വെരി എക്സൈറ്റഡ് ആൻഡ് ആക്റ്റീവ് ആഫ്റ്റർ ടേക്കിംഗ് എക്സ്റ്റാസി, ബട്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ബി അവെയർ ഓഫ് ദി പൊട്ടൻഷ്യൽ ഡേഞ്ചേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്സ് യൂസ്. അപ്പോൾ ഭയങ്കരമായിട്ട് എക്സ്ട്രീം എഫക്ട്സ് തരുന്ന ഒരു ഡ്രഗാണ്. അതുപോലെ തന്നെ ഭയങ്കര മാരകമായിട്ടുള്ള ഒരു ഡ്രഗ് കൂടിയാണ് ഈ പറഞ്ഞ MDMA, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്റ്റാസി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്ന ഒരു ഡ്രഗാണ് നിക്കോട്ടിൻ. ഇത് ഹലൂസിനോജൻ അല്ല, അല്ലാതെ സെപ്പറേറ്റ് പറയുന്ന ഒരു ഡ്രഗാണ്. ഇതൊരു സ്റ്റിമുലന്റ് ഡ്രഗാണ്, അതായത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണെന്ന് വെച്ചാൽ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ ആക്റ്റീവ് ആക്കുന്ന ഒരു ഡ്രഗാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടുകാരൊക്കെ നോർമലായിട്ട് കാണുന്ന സിഗരറ്റ്സ്, ബീഡി, അതുപോലെ ടൊബാക്കോ, ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഡ്രഗാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. ആക്ച്വലി ടൊബാക്കോ പ്ലാന്റിലുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് നിക്കോട്ടിൻ. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് വെരി അഡിക്റ്റീവ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് ഇത് ബാധിക്കുന്നത്. ഇത് യൂസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ബ്രെയിനിലെ ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള ഡോപ്പമൈൻസ് റിലീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഹാപ്പി ഫീലിംഗ് ആയിരിക്കും. അതുപോലെ സ്മോൾ ഡോസസിലാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ബ്രെയിനിനെ ആക്റ്റീവ് ആക്കും. അതേസമയം ഹൈ ഡോസസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മുടെ ബ്രെയിൻ സിഗ്നൽസ് അല്ലെങ്കിൽ നമ്മുടെ നെർവ് സിഗ്നൽസിനെ വരെ ബ്ലോക്ക് ചെയ്യാൻ മാത്രം കേപ്പബിലിറ്റി ഉള്ള ഒരു മാരകമായിട്ടുള്ള ഡ്രഗാണ് ഈ പറഞ്ഞ നിക്കോട്ടിൻ. അതുപോലെ ടൊബാക്കോ പ്രോഡക്ട്സിൽ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 4000-ഓളം കെമിക്കൽസ് അതിലുണ്ട്. അതിൽ കൂടുതൽ കെമിക്കൽസും തന്നെ ക്യാൻസർ കോസ് ചെയ്യുന്ന കെമിക്കൽസാണ്, ക്യാൻസർ ഉണ്ടാവാൻ കാരണമാകുന്ന കെമിക്കൽസാണ്. പിന്നെ ഇത് യൂസ് ചെയ്താൽ ഉണ്ടാവുന്ന കുറച്ച് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യം തന്നെ ലങ് ക്യാൻസർ. ഇത് സ്മോക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലങ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എംഫൈസമ, അതും ഒരു ലങ് ഡിസീസ് ആണ്. ഇതുള്ളവർക്ക് ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൾട്ട് ആയിരിക്കും. പിന്നെ ക്രോണിക് ബ്രോൺചൈറ്റീസ്, അതും ഒരു ലോങ് ടേം ലങ് ഡിസീസ് ആണ്. എന്ന് വെച്ചാൽ അവരുടെ ബ്രോൺചൈറ്റീസ് ഒക്കെ സ്വോളൺ ആയിട്ടിരിക്കും. അതുപോലെ ല്യൂക്കീമിയ, അതൊരു ബ്ലഡിൽ വരുന്ന ഒരു ക്യാൻസർ ആണ്. അതുപോലെ ഹാർട്ട് ഡിസീസസ് ഉണ്ടാവും, സ്ട്രോക്ക് ഉണ്ടാവും, ഡയബറ്റീസ് ഉണ്ടാവും, പല ഐ ഇഷ്യൂസ് ഉണ്ടാവും, സച്ച് ആസ് കാട്രാക്ട്സ് ആൻഡ് മസ്കുലർ ഡീജനറേഷൻ. അതുപോലെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും, ഇമ്പോർട്ടൻസ്. ഇത് മെൻസിൽ കാണപ്പെടുന്ന ഒരു സെക്ഷൽ പ്രോബ്ലമാണ്. അതുപോലെ മിസ്കേരിയേജ് ആൻഡ് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതുപോലെ വീക്കെൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിരിക്കും. കോൾഡ്, ഫ്ലൂ ആൻഡ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അതുപോലെ ലോസ് ഓഫ് സെൻസ് ഓഫ് ടേസ്റ്റ് ഓർ സ്മെല്ല്. അതുപോലെ ഗം ഡിസീസസ് ആൻഡ് ഡെന്റൽ ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ തന്നെ അപ്പിയറൻസ് ഓഫ്
പ്രീമെച്വർ ഏജിങ്, അതുപോലെ പെപ്റ്റിക് അൾസർ ഡിസീസസ് ഉണ്ടാവും, ഓസ്റ്റിയോപോറസിസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഞാൻ ജസ്റ്റ് വായിച്ചു പോയിരിക്കുകയാണ്, നമ്മുടെ വീഡിയോ ഓൾറെഡി ലോങ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം വായിച്ച് നോക്കുക, അതുപോലെ പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡ്രഗിലേക്ക് നമുക്ക് പോവാം. ഇനി അവസാനമായിട്ട് പറയുന്ന ഒരു ഡ്രഗാണ് കഫീൻ. കഫീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ഡ്രഗാണ്. നമ്മൾ കുടിക്കുന്ന ചായയിലും കോഫിയിലും കോളാസിലും അതുപോലെ എനർജി ഡ്രിങ്ക്സിലൊക്കെ ഉള്ള ഒരു ഡ്രഗാണ് കാഫീൻ എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റിമുലന്റ് ഡ്രഗാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിനെ അലേർട്ട് ആൻഡ് ആക്റ്റീവ് ആക്കും. ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലന്റ് ആണ്. അതുപോലെ ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് കൂടിയാണ്. പിന്നെ ഇത് യൂസ് ചെയ്യാൻ നേരത്തെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് വർക്ക്സ് ബൈ ബ്ലോക്കിംഗ് അഡിനോസിൻ റിസപ്റ്റേഴ്സ്, ഇൻക്രീസിങ് എക്സൈറ്റബിലിറ്റി ഇൻ ദ ബ്രെയിൻ. അതായത് അഡിനോസിൻ റിസപ്റ്റേഴ്സിനെ ഇത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അഡിനോസിൻ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സ്ലീപ്പിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അപ്പോൾ ഇതിനെ ഈ ഡ്രഗ് ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഭയങ്കര ആക്റ്റീവ് ആൻഡ് അലേർട്ട് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരാത്തത്. നമ്മൾ കാപ്പി കുടിച്ചാലും ഒക്കെ നമുക്ക് കുറച്ചും കൂടെ ഉറക്കമില്ലാതിരിക്കാനൊക്കെ പറ്റുമല്ലോ. പിന്നെ ഇത് നമ്മുടെ ബോഡിയിലുള്ള ഏതൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സച്ചസ് നോറെപ്പിനെഫ്രിൻ, ഡോപ്പമൈൻ, അസറ്റൈക്കോളൈൻ. അപ്പോൾ ഈ കെമിക്കൽസിനെയൊക്കെ ഇത് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇത് അഫക്ട്സ് അവർ മൂഡ്, അതുപോലെ മെൻ്റൽ പ്രോസസ്സിങ്, നമ്മുടെ മൂഡിനെയും നമ്മുടെ തിങ്കിങ്ങിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. നമ്മുടെ അലേർട്ട്നെസ്സിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഈ കാഫീനിൻ്റെ സൈഡ് എഫക്ട്സ് ആണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് നെർവസ്നെസ്. ടൂ മച്ച് കഫീൻ അകത്ത് പോയി കഴിഞ്ഞാൽ അവർ ഭയങ്കര നെർവസ് ആയിരിക്കും, ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ ഡിഫിക്കൽട്ടി ഇൻ സ്ലീപ്പിംഗ്, ഉറങ്ങാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ റെസ്റ്റ്ലെസ്നെസ്, അവർക്ക് കാമായിട്ടിരിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ ഇറിറ്റബിലിറ്റി ആൻഡ് ഹെഡ് ഏക്സ്, ഇറിറ്റബിൾ ആയിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെയൊക്കെ ആയിരിക്കും. അതുപോലെ തലവേദന ഉണ്ടാകും അവർക്ക്. അതുപോലെ മൊത്തത്തിലൊരു ഡിസിനെസ് ആൻഡ് റിങ്ങിങ് ഇൻ ദ ഇയേഴ്സ്, അവരുടെ ഹെഡൊക്കെ ലൈറ്റ് ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ മസിൽ ട്രിമേഴ്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ചിലപ്പോൾ അവരുടെ ഹാൻഡ്സ് ഒക്കെ ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങും. അതുപോലെ വീക്ക്നെസ് ആൻഡ് ഫാറ്റിക്, എന്ന് വെച്ചാൽ ടൂ മച്ച് ആയിട്ട് കഫീൻ അകത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ ബോഡിയൊക്കെ ഭയങ്കര ടയേർഡ് ആവും. അതുപോലെ അവരുടെ ഹാർട്ട് റേറ്റ് റാപ്പിഡ് ആവും, അവരുടെ ബ്രീത്തിങ് റേറ്റ് കൂടും. അതുപോലെ തന്നെ പുവർ അപ്പറ്റൈറ്റ്, അവർക്ക് വിശപ്പ് കുറവായിരിക്കും. അതുപോലെ തന്നെ നോസിയ, എന്ന് വെച്ചാൽ അവർക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, വൊമിറ്റ് ചെയ്യും, ഡയറിയ ഉണ്ടാവും. അതുപോലെ അവർക്ക് ഭയങ്കര ദാഹമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഫ്രീക്വൻറ്റ് യൂറിനേഷനും ഉണ്ടാവും. അതുപോലെ തന്നെ ഇറഗുലർ ഹാർട്ട് റേറ്റ് ഓർ റിതം, അതായത് അവരുടെ ഹാർട്ട് റിതം മേ ചേഞ്ച്. അതുപോലെ ലോ ബ്ലഡ് പ്രഷർ വിത്ത് ഫെയിൻനെസ് ഓർ ഫാൾസ്, അതായത് ബ്ലഡ് പ്രഷർ ലോ ആകും, അവർ വീഴാൻ പോകുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ സീസേഴ്സ്, കൺഫ്യൂഷൻ ഓർ ഡെലീരിയം, സീസേഴ്സ് ഉണ്ടാവാനും കൺഫ്യൂഷൻസ് ഉണ്ടാവാനും ഡെലീരിയം എന്ന് പറയുന്നതും ഒരു സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആണ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ്. അതായത് നമ്മൾ ഡെയിലി കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായ, കോഫി, ഇതെല്ലാം ടൂ മച്ച് ആയി കഴിഞ്ഞാലുള്ള സൈഡ് എഫക്ട്സ് ആണ് ഈ പറഞ്ഞ എല്ലാം. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഏകദേശം ഈ ഒരു മൊഡ്യൂളിലുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇപ്പം തന്നെ കുറച്ച് ലോങ് ആയതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ റിവൈസ് ചെയ്ത് നോക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻസ് ആയിട്ട് അറിയിക്കാം. പിന്നെ നിങ്ങൾക്ക് നന്ദി അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയുടെ താഴെ സൂപ്പർ താങ്ക്സ് ആയിട്ട് അറിയിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മളെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്കറിയാം, എല്ലാം ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊരു എമൗണ്ട് ഒന്നും നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. സോ നിങ്ങൾ സൂപ്പർ താങ്ക്സ് ആയിട്ട് തരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് 6th സെമ്മിലുള്ള ബാക്കി വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. അതിൽ 6th സെമ്മിൻ്റെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. 6th, 5th, 4th, 3rd, 2nd and 1st സെമിസ്റ്റർ എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെമ്മിലെ ഫുൾ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ 6th സെമ്മിൽ ഇപ്പം കറൻ്റ്ലി ഇപ്പോൾ ഈ ഒരു മൊഡ്യൂളാണ് ഇട്ടിരിക്കുന്നത്. ഇനി കമ്മിങ് ഡേയ്സിൽ ബാക്കി മൊഡ്യൂൾസ് ഇടാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എക്സാംസ് എല്ലാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.